ഹായ് ഓൾ, വെൽക്കം ടു ഡോക്ടർ ബീമാസ് ജേർണി ഓഫ് ജോയ്. എൻ്റെ 10 വർഷത്തെ പ്രൊഫഷണൽ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ എപ്പിസോഡ് സീരീസിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടുള്ള എപ്പിസോഡിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതും വളരെ വ്യത്യാസം വരുത്തി കൊടുക്കാൻ സാധിച്ചതുമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ്. 2019 ദുബായിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു 5 വയസ്സുള്ളൊരു കുട്ടിയും ആ കുട്ടിയുടെ പേരൻസും കുറേ കൺസേൺസ് ആയിട്ട് എൻ്റെ അടുത്ത് വരികയുണ്ടായി. കുട്ടിക്ക് 5 വയസ്സായിട്ടും സോളിഡ് ഫുഡ് ഒന്നും കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ കുട്ടി ആകെ കഴിച്ചുകൊണ്ടിരുന്നത് ലിക്വിഡായിട്ടുള്ള ഫുഡായിരുന്നു. പേരൻസ് ആ കുട്ടീൻ്റെ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സിൽ വളരെ കോൺഷ്യസ് ആയിരുന്നു. ഇപ്പോൾ കുട്ടി നഴ്സറിയിലൊക്കെ പോയപ്പോൾ അവിടെയും കുട്ടിക്ക് ഫ്രഷ് ജ്യൂസോ ഒന്നും അങ്ങനെ എടുത്തിട്ട് പോകാനും സാധിക്കില്ലല്ലോ. അത് വളരെ പറ്റില്ലാത്തതുകൊണ്ട് കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, മറ്റു ഭക്ഷണങ്ങളും കുട്ടിക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല. ഇതുപോലെ കുറേ കൺസേൺസ് ആയിട്ടാണ് ആ പേരൻസ് എൻ്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ കുട്ടീനെ എക്സാമിൻ ചെയ്തു. കുട്ടിക്ക് മെഡിക്കൽ ആയിട്ടുള്ളതും സെൻസറി ആയിട്ടുള്ളതും കുറച്ച് ഫീഡിങ് ഇഷ്യൂസും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആ കുട്ടിയുടെ ലൈഫ് നമുക്ക് മീനിങ് ഫുൾ ആക്കാനും ആ കുട്ടിയുടെ ലൈഫിൽ കുറച്ചും കൂടെ കളേഴ്സ് നമുക്ക് കൊടുക്കാനും സാധിക്കണം എന്നുള്ളൊരു ഗോളായിരുന്നു ആ ഒരു സമയത്ത് എനിക്കുണ്ടായിരുന്നത്. ഒരു 5 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടി ലിക്വിഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ കുട്ടിക്ക് ചവയ്ക്കുന്നില്ല. കുട്ടി ഓറൽ മോട്ടർ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യും, കുട്ടിക്ക് ന്യൂട്രീഷൻ എങ്ങനെ കിട്ടും, എങ്ങനെ ഒരു സോഷ്യൽ ലിവിങ് ബീങ് ആവും വിതൗട്ട് ഈറ്റിംഗ് സോളിഡ് ഫുഡ്, ഇങ്ങനെ കുറേ കൺസേൺസ് നമുക്ക് അഡ്രസ്സ് ചെയ്യണം എന്നും അത് നമുക്ക് റെക്ടിഫൈ ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ആൻഡ് ഫീഡിങ് തെറാപ്പിറ്റിക് ഇൻ്റർവെൻഷനിലൂടെ വിത്തിൻ ഒരു 6 months ആ ഒരു ലിക്വിഡ് കഴിച്ചുകൊണ്ടിരുന്ന കുട്ടിയിൽ നിന്ന് സെമി സോളിഡിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഗ്രാജ്വലി നമുക്ക് ആ ഒരു സെമി സോളിഡിൽ നിന്ന് നമ്മുടെ സാധാരണ ചോറും കറിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു വിത്തിൻ ഒരു 1 year. ആ ഒരു ഇൻ്റർവെൻഷനിലൂടെ കുട്ടിക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാനും ഒരു സോഷ്യൽ ലൈഫ് എൻജോയ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുപോലെ പേരൻസും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. മറ്റ് കല്യാണങ്ങൾക്ക് അല്ലെങ്കിൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ പോകുമ്പം കുട്ടിക്കും ആ ഒരു പാർട്ടായിട്ട് നോർമലി ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന പോലത്തെ സോളിഡായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്കൂളിൽ കുട്ടി ഫുഡ് കൊണ്ടുപോകുന്നുണ്ട്, അത് ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ പേരൻസ് വന്ന് പറഞ്ഞപ്പം അവരുടെ കണ്ണിലുണ്ടായ സന്തോഷം അത് കണ്ടപ്പം എനിക്കും അത് വളരെ ഒരു സന്തോഷമായി മാറി. എൻ്റെ ഒരു ചെറിയ ഇൻവോൾവ്മെൻറ്റ് ആ കുട്ടിയുടെ ലൈഫ് ടൈമിൽ ഞാൻ ആ കുട്ടിയുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത വരെ എനിക്ക് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഫസ്റ്റ് എപ്പിസോഡിൽ പറയാനായിട്ട് ആഗ്രഹിച്ചത്. താങ്ക് യു.